गणानां त्वा गणपतिं हवामहे कविं कवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत नः शृण्वन्नोतिभिः सीदसादनम् श्रीविघ्नेश्वराय नमः। अग्निमीळे पुरोहितं यज्ञस्य देवमृत्युम् ओतारं रत्नधातमम् अग्निना रयिमश्नवत्पोषमेव दिवे दिवे यशसं वीरवत्तमम् अग्नेयं यज्ञमध्वरं विश्वतः परिभूरसि स इद्देवेषु गच्छति अग्निर्होता कविक्रतुः सत्यश्चित्रश्रवस्तमः देवो देवेभिरागमत् यदङ्गदाशुषे त्वमग्ने भद्रं करिष्यसि तवेत्तत्सत्यमङ्गिरः उपत्वाग्ने दिवे दिवे दोषावस्तर्धिया वयम् नमो भरन्त एमसि राजन्तमध्वराणां गोपामृतस्य दीदिविं वर्धमानं स्वेदमे स नः पितेव सूनवेग्ने सोपायनो भव सजस्वानः स्वस्तये। ഋഗ്വേദം ആദ്യ സൂക്തം അഗ്നിയെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇഷിയുടെ രചയിതാവ് വിശ്വാമിത്രന്റെ പുത്രനായ മധുചന്ദനാണ്. ഗായത്രിയാണ് മന്ത്രം. യാഗത്തിന്റെ പ്രധാന പുരോഹിതനും ദേവന്മാർക്ക് യാഗം അർപ്പിക്കുന്ന മന്ത്രിയുമായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു. പുരാതന ആധുനിക ഋഷിമാർ ആഘോഷിക്കേണ്ട അഗ്നി ദേവന്മാരെ ഇവിടെ എത്തിക്കട്ടെ. അഗ്നിയിലൂടെ ആരാധകൻ ദിനംപ്രതി വർദ്ധിക്കുന്ന പ്രശസ്തിയുടെയും മനുഷ്യരാശിയുടെ ഗുണനത്തിന്റെയും ഉറവിടമായ ആ സമ്പത്ത് നേടട്ടെ. എല്ലാ വശങ്ങളിലും സംരക്ഷകനായ അഗ്നി, തടസ്സമില്ലാത്ത യാഗം തീർച്ചയായും ദേവന്മാരിലേക്ക് എത്തിച്ചേരും. യാഗങ്ങളുടെ അവതാരകനും അറിവ് നേടുന്നവനും സത്യവാനും പ്രശസ്തനും ദിവ്യനുമായ അഗ്നി ദേവന്മാരോടൊപ്പം ഇവിടെ വരട്ടെ. അഗ്നി ദാതാവിന് സ്ഥിരീകരിക്കുന്നവൻ നീ എന്ത് നന്മ നൽകിയാലും അങ്കിരസ് നിന്നിലേക്ക് മടങ്ങിവരും. അഗ്നി, ഞങ്ങളുടെ ചിന്തകളിൽ ആദരപൂർവകമായ ആദരവോടെ ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു, ദിവസവും രാവിലെയും വൈകുന്നേരവും. പ്രകാശമാനവും ത്യാഗങ്ങളുടെ സംരക്ഷകനും സത്യത്തിന്റെ നിരന്തരമായ പ്രകാശകനുമായ നീ നിന്റെ സ്വന്തം വാസസ്ഥലത്ത് വളരുന്നു. അഗ്നി, ഞങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. ഒരു പിതാവ് തന്റെ മകനെ അഭിസംബോധന ചെയ്യുന്നതുപോലെ ഞങ്ങളുടെ നന്മയ്ക്കായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഈശി മധുചന്ദനാണ്. സ്തുതിഗീതം ഉൾക്കൊള്ളുന്ന 9 ഖണ്ഡങ്ങളുടെ മീറ്ററായ ഗായത്രി 3 വായുവിനെ അഭിസംബോധന ചെയ്യുന്നു, 3 ഇന്ദ്രനെയും വായുവിനെയും സംയോജിപ്പിച്ചിരിക്കുന്നു, 3 മിത്രനെയും വരുണനെയും. വായു കാണാൻ സുഖകരമാണ്, സമീപിക്കുക. ഈ ദ്രവ്യങ്ങൾ നിനക്കായി തയ്യാറാക്കിയിരിക്കുന്നു, അവയിൽ നിന്ന് കുടിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക. വായു സോമരസം പകർന്നുകൊണ്ട് അനുയോജ്യമായ യതു അറിഞ്ഞുകൊണ്ട് നിന്റെ സ്തുതികൾ നിന്നെ സ്തുതിക്കുന്നു. വായു നിന്റെ അംഗീകാരവാക്കുകൾ ദാതാവിനും സോമരസം കുടിക്കാൻ പലർക്കും വരുന്നു. ഇന്ദ്രനും വായുവും ഈ ദ്രവ്യങ്ങൾ നിങ്ങൾക്കായി ചൊരിയപ്പെട്ടതാണ്. ഞങ്ങൾക്കായി ഭക്ഷണവുമായി ഇവിടെ വരൂ, തീർച്ചയായും തുള്ളികൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യജ്ഞാചരണത്തിൽ സ്ഥിരതാമസമാക്കിയ ഇന്ദ്രനും വായുവും നിങ്ങൾക്ക് ഈ ദ്രവ്യങ്ങളെക്കുറിച്ച് അറിയാം. ഇരുവരും വേഗത്തിൽ ഇവിടെ വരൂ. വായുവും ഇന്ദ്രനും അതിനായി യാഗത്തിന്റെ ആചാരത്തിലേക്ക് വരൂ. മനുഷ്യരെ ചടങ്ങിലൂടെ വേഗത്തിൽ പൂർത്തീകരണം കൈവരിക്കും. ശുദ്ധമായ വീര്യമുള്ള മിത്രനെയും ശത്രുക്കളെ വിഴുങ്ങുന്ന വരുണനെയും ഞാൻ വിളിക്കുന്നു. ഭൂമിയിൽ ജലം നൽകുന്ന പ്രവൃത്തിയുടെ സംയുക്ത വിജയികൾ. മിത്രയും വരുണനും ജലവർദ്ധകന്മാരും ജലവിതരണക്കാരും. നിങ്ങൾ ഈ പൂർണ്ണമായ ആചാരത്തെ അതിന്റെ യഥാർത്ഥ പ്രതിഫലവുമായി ബന്ധിപ്പിക്കുന്നു. ഇഷിയും മീറ്ററും 2 ശ്ലോകങ്ങളിലെ പോലെ തന്നെയാണ്. 12 ശ്ലോകങ്ങളിൽ 3 എണ്ണം അശ്വിനുകളെയും 3 എണ്ണം ഇന്ദ്രനെയും 3 എണ്ണം വിശ്വദേവന്മാരെയും 3 എണ്ണം സരസ്വതിയെയും അഭിസംബോധന ചെയ്യുന്നു. പുണ്യകർമ്മങ്ങളുടെ ആരാധകരായ നീണ്ട ആയുധധാരികളായ അശ്വിനുകൾ നീട്ടിയ കൈകളാൽ യാഗോപകരണങ്ങളെ സ്വീകരിക്കുന്നു. വീരകൃത്യങ്ങളിൽ സമൃദ്ധരായ ഭക്തിയുടെ വഴികാട്ടികളായ ധൈര്യമുള്ള മനസ്സുതുറക്കാതെ നമ്മുടെ സ്തുതികളെ കേൾക്കുന്ന അശ്വിനുകൾ. ശത്രുക്കളെ നശിപ്പിക്കുന്ന അസത്യത്തിൽ നിന്ന് മുക്തരായ വീരന്മാരുടെ വാനിലെ നേതാക്കളായ അശ്വിനുകൾ വെട്ടിക്കളഞ്ഞ പേടിച്ചരണ്ട പുല്ലിൽ വിതറുന്ന മിശ്രിത ദ്രവ്യങ്ങളിലേക്ക് വരുന്നു. ഇവിടെ അദ്ഭുതകരമായ മഹത്വമുള്ള ഇന്ദ്രൻ പുരോഹിതന്മാരുടെ വിരലുകളാൽ പ്രകടിപ്പിക്കപ്പെടുന്ന എപ്പോഴും ശുദ്ധമായ ഈ ദ്രവ്യങ്ങൾ നിങ്ങളെ ആഗ്രഹിക്കുന്നു. ജ്ഞാനത്താൽ പിടിക്കപ്പെടുകയും ജ്ഞാനികളാൽ വിലമതിക്കപ്പെടുകയും ചെയ്യുന്ന ഇന്ദ്രൻ പുരോഹിതൻ ദ്രവ്യം നൽകുമ്പോൾ സമീപിക്കുകയും പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. മഞ്ഞ നിറത്തിലുള്ള തിരമാലകളുള്ള ഫ്ലീറ്റ് ഇന്ദ്ര
പുരോഹിതന്റെ പ്രാർത്ഥനകളിലേക്ക് ഇവിടെ വരൂ, ഈ ബലിദാനത്തിൽ നമ്മുടെ അർപ്പണഭക്ഷണം സ്വീകരിക്കൂ. സാർവത്രിക ദൈവങ്ങൾ, മനുഷ്യരുടെ സംരക്ഷകരും പിന്തുണക്കാരും പ്രതിഫലങ്ങൾ നൽകുന്നവരും ആരാധകന്റെ ബലിദാനത്തിലേക്ക് വരൂ. സൂര്യരശ്മികൾ ദിവസങ്ങളിലേക്ക് ജാഗ്രതയോടെ വരുന്നതുപോലെ വേഗത്തിൽ ചലിക്കുന്ന സാർവത്രിക ദൈവങ്ങൾ, മഴ ചൊരിയുന്നവർ ബലിദാനത്തിലേക്ക് വരട്ടെ. ക്ഷയത്തിൽ നിന്ന് മുക്തരും സർവജ്ഞരും ദ്രോഹമില്ലാത്തവരും സമ്പത്ത് വഹിക്കുന്നവരും ആയ സാർവത്രിക ദൈവങ്ങൾ ബലിദാനത്തെ സ്വീകരിക്കട്ടെ. ശുദ്ധീകരണകാരിയും ഭക്ഷണദാതാവും സമ്പത്ത് കൊണ്ട് ആരാധനയ്ക്ക് പ്രതിഫലം നൽകുന്നവളുമായ സരസ്വതി നമ്മുടെ അർപ്പണവഴികളാൽ നമ്മുടെ ആചാരത്തിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. സത്യത്തിൽ ആനന്ദിക്കുന്നവരുടെ പ്രചോദനകാരിയും ശരിയായ മനസ്സുള്ളവരുടെ ഉപദേഷ്ടാവുമായ സരസ്വതി നമ്മുടെ ബലിദാനത്തെ സ്വീകരിച്ചിരിക്കുന്നു. സരസ്വതി തന്റെ പ്രവൃത്തികളിലൂടെ ഒരു മഹത്തായ നദിയെ വെളിപ്പെടുത്തുന്നു. അവളുടെ നേടിയ രൂപത്തിൽ എല്ലാ ധാരണകളെയും പ്രകാശിപ്പിക്കുന്നു. കറവക്കാരൻ നല്ല കറവപ്പശു എന്ന് വിളിക്കുന്നതുപോലെ നമ്മുടെ സംരക്ഷണത്തിനായി നാം ദിനംപ്രതി സത്കർമ്മങ്ങൾ ചെയ്യുന്നവനെ വിളിക്കുന്നു. സോം ജ്യൂസ് കുടിക്കുന്നവനെ, ഞങ്ങളുടെ ദൈനംദിന ചടങ്ങുകളിലേക്ക് വരൂ, പാനീയം കുടിക്കൂ. സമ്പത്ത് നൽകുന്നവനായ അങ്ങയുടെ സംതൃപ്തിയാണ് കന്നുകാലികളുടെ ദാനത്തിന് കാരണം. നമ്മൾ അങ്ങയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സദ്വൃത്തരുടെ ഇടയിൽ അങ്ങയെ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ ഞങ്ങളെ അനുവദിക്കരുത്. ആരാധകനെ, ജ്ഞാനിയും പരിക്കേൽക്കാത്തവനുമായ ഇന്ദ്രന്റെ അടുത്തേക്ക് പോകുക. അവൻ നിന്റെ സുഹൃത്തുക്കൾക്ക് ഏറ്റവും മികച്ച അനുഗ്രഹങ്ങൾ ചൊല്ലുന്ന പണ്ഡിതനായ പുരോഹിതന്റെ യോഗ്യതയെക്കുറിച്ച് അവനോട് ചോദിക്കുക. നമ്മുടെ ശുശ്രൂഷകർ ആത്മാർത്ഥമായി തന്റെ ആരാധന അനുഷ്ഠിച്ചുകൊണ്ട് വിളിച്ചു പറയട്ടെ. ഇവിടെ നിന്നും അവൻ ആരാധിക്കപ്പെടുന്ന മറ്റെല്ലാ സ്ഥലത്തുനിന്നും നിങ്ങൾ വിടുവിക്കപ്പെടുക. ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, നമ്മുടെ ശത്രുക്കൾ നമുക്ക് അഭിവൃദ്ധിയുണ്ടെന്ന് പറയട്ടെ. മനുഷ്യർ നമ്മെ അഭിനന്ദിക്കട്ടെ. ഇന്ദ്രന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സന്തോഷത്തിൽ നമുക്ക് എന്നും വസിക്കാം. എല്ലാ മോചന ചടങ്ങുകളുടെയും വ്യാപിയായ 3 ചടങ്ങുകളിലും ഉള്ളരസമായ യാഗത്തിന്റെ കൃപയായ മനുഷ്യരാശിയുടെ ഉന്മേഷദായകനായ പ്രവൃത്തിയുടെ പൂർത്തീകരണകാരിയായ യാഗം അർപ്പിക്കുന്നയാൾക്ക് സന്തോഷം നൽകുന്ന ആ ഇന്ദ്രന്റെ പ്രിയപ്പെട്ടവനായ ഇന്ദ്രൻ സമർപ്പിക്കുക. ശതക്രതുവേ, ഈ സോമരസം കുടിച്ച് നീ വൃത്രന്മാരെ സംഹരിക്കുന്നവനായി മാറുന്നു. യുദ്ധത്തിൽ യോദ്ധാവിനെ നീ സംരക്ഷിക്കുന്നു. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, യുദ്ധത്തിൽ വീരനായ ശതക്രതുവേ, സമ്പത്ത് സമ്പാദിക്കുന്നതിനായി ബലിയർപ്പിക്കുന്ന ഇന്ദ്ര, നിനക്ക് വേണ്ടി. സമ്പത്തിന്റെ സംരക്ഷകനും വീരനും സൽകർമ്മങ്ങൾ നിറവേറ്റുന്നവനും ബലിയർപ്പണത്തിന്റെ സുഹൃത്തുമായ ആ ഇന്ദ്രനെ സ്തുതിപ്പിൻ.